ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇത് നമ്മളെ കല്ലാ മുഹമ്മദ് സാഹിബിൻ്റെ വീടാണ്. അവിടെ തന്നെ ഗേറ്റ് ഉണ്ട്. ഗേറ്റ് ഇടയിൽ കുടുങ്ങിയിട്ട് വെയിലത്ത് കണ്ടല്ലോ. അപ്പോൾ തള്ളി തുടങ്ങുന്ന സ്വന്തം മുഹമ്മദ് എവിടുക്കാ മീൻ പിടിക്കാറിയിരിക്കുകയാണ്. വെറുതെ സ്കൂളില്ലാതെന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കിട്ടിയാൽ മതി ചെക്കന്മാർ മീൻ പിടിക്കുമ്പോൾ. അങ്ങനെ വല്യമാനായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. വല്യമാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും മുഹമ്മദും ടീമും മീനായിട്ട് വരുന്നുണ്ട്. കുറേ മീൻ കിട്ടിക്കണു എന്നൊക്കെ പറഞ്ഞു. നോക്കുമ്പോൾ 4 മീൻ, 4 ചേറാൻ ചൂണ്ടലും പിടിച്ചിക്കുക. 2 ദിവസം ഭയങ്കര ജലദോഷം എന്ന് പറഞ്ഞാൽ പേരും ജലദോഷം. കാരണം ഞാൻ ആവി പിടിക്കുന്നതിൻ്റെ കൂടെ ഫോണിന് അങ്ങനെ വണ്ടി എടുത്തിട്ട് നമ്മളെ കുടുംബക്കാർ പിള്ളേരുണ്ട്, അവരെടുക്കാൻ വേണ്ടി പോയതാ. പിള്ളേർ വന്ന് കുടിക്ക് എത്തി. മാഷാ അല്ലാ. അതിൻ്റെ ഇടയിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി പിന്നെയും പോയി. സലീം ഉസ്താദ് ലോറി പൊട്ടിച്ചു പോയ മാല നേരാക്കാണ്. മാഷാ അല്ലാ. അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കട്ടെ. അങ്ങനെ ഉസ്താദ്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുക. ഇതിലെന്താന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തരണ്ട കേട്ടോ. ഓക്കെ. അങ്ങനെ ഞാനും അന്യനും ഇവിടെ തിരിച്ചു വരുമ്പോഴാണ് കാഴ്ച കണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ JCB ഹിറ്റാച്ചാണ്ടാണ് എന്ത് വരമ്പുള്ളത്. പണ്ടൊക്കെ ആൾക്കാർ കളിച്ചിട്ടുണ്ട്. പക്ഷേ ആ വൃത്തി ഇപ്പല്ല കേട്ടോ, സത്യം പറയാലോ. അത് കഴിഞ്ഞ് അടുത്ത പരിപാടി എന്താ വെച്ചാൽ കസാല എടുക്കാണ്ടായിരുന്നു കാരക്കാട്ടുന്നേ. അവിടുന്ന് കസാല എടുക്കാൻ വേണ്ടി ഞാനും താരും സലീം ഉസ്താദാ പോണത്. വണ്ടിയിൽ നമ്മൾ സ്വന്തം ബദരീകളെ ബർക്കത്തോണ്ട് കളിയൊക്കെ ജയിക്കില്ല തായരെ 313. അങ്ങനെ ഹനീഫാക്കാനാണ് സാധനങ്ങളൊക്കെ കയറ്റി വണ്ടി ഫുൾ ലോഡ്. താറിൻ്റെ ഒരു ബോംബെ കെട്ടിട്ട് ഞങ്ങൾ നേരെ പെരേക്കിട്ടു. അങ്ങനെ തിരിച്ചു പോയി വരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു വമ്പൻ ബ്ലോക്ക്. ഞങ്ങളെ വണ്ടി ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് കുറേ വണ്ടികൾ അവിടെ ബ്ലോക്കായി. അങ്ങനെ ബ്ലോക്കൊക്കെ സോൾവ് ആക്കിയിട്ട് ഞങ്ങൾ നേരെ തൊടുക്കെത്തിയപ്പോഴാണ് കണ്ടത് തേങ്ങ പന്നി പൊളിച്ചിട്ടിക്കുക. ഏതാ പാരേണ്ട് വന്നിട്ട് പന്നി പൊളിക്കാൻ തോന്നുന്നു. അങ്ങനെ പൊളിച്ചിട്ടു. കുറച്ചപ്പുറത്ത് പോയപ്പോൾ പിന്നെയും കണ്ടു അതേപോലെ പൊളിച്ചിട്ട്. ചൗരിപ്പുളി വേറെ, തേങ്ങ വേറെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ചൗരിപ്പുളിയും തേങ്ങ നമുക്ക് കിട്ടിയ ലാഭമായി. അത് പൊളിക്കേണ്ടി വന്നില്ല. അങ്ങനെ നേരെ പെരേക്കാട് പോന്നു. പിറ്റേ ദിവസം ടോപ്പ് മാർക്കായിരിക്കാം സലഹാക്ക്. ടോപ്പ് സെക്കൻഡ് മാർക്ക് ആരാ? ആരാണ്? ഫൈഹ. ഇത് ഫൈഹാക്ക്. മാർക്ക് മേടിച്ചോളൂ. ഇതിന് വലിയ തരണ്ടേ? ഓക്കെ. ബാക്കി പിന്നാലെ വന്നോളൂ. അസ്സലാമു അലൈക്കും.